4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി സെബാസ്റ്റ്യനുമായി ബന്ധമുള്ള കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. സെബാസ്റ്റ്യന്റെ ഭാര്യയെ കോട്ടയം ഓഫീസിൽ വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. ഇയാളുടെ സുഹൃത്ത് റോസമ്മയെ ആലപ്പുഴ, കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ സംയുക്തമായി ചോദ്യം ചെയ്യും. പള്ളിപ്പുറത്തെ പുരയിടത്തിൽ നിന്നും കിട്ടിയ അസ്ഥികഷ്ണങ്ങളുടെ DNA ഫലം ഈ ആഴ്ച ലഭിക്കും. ജൈനമ്മ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തിട്ടും കൃത്യമായ നിഗമനങ്ങളിലെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ബിന്ദു, ആയിഷ, സിന്ധു എന്നീ സ്ത്രീകളെ കാണാതായതിനു പിന്നിലും സെബാസ്റ്റ്യന്റെ പങ്ക് വ്യക്തമായി. പക്ഷേ ചോദ്യം ചെയ്യലിൽ ഇയാൾ നിസ്സഹകരണം തുടരുകയാണ്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമം. ഇതിന്റെ ഭാഗമായാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയെ വിളിച്ചുവരുത്തി വിവരങ്ങൾ തേടിയത്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ, സ്ത്രീകളുമായുള്ള സൗഹൃദങ്ങൾ എന്നീ കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. സഹകരണ ബാങ്കിൽ നിന്നും വലിയ തുക അടുത്തിടെ ഇയാൾ പിൻവലിച്ചിരുന്നു. പള്ളിപ്പുറത്ത് ഇയാളുടെ സുഹൃത്ത് റോസമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും. ജയനമ്മയെ കൂടാതെ കാണാതായ മറ്റു സ്ത്രീകളുടെ ബന്ധുക്കളുടെ DNA സാമ്പിളുകളും ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ജയനമ്മയുടെ ഫോൺ ചാർജ് ചെയ്യാനെത്തിച്ച ഈരാറ്റുപേട്ടയിലെ കടയിലും സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് നടത്തും. മീഡിയ 1, കോട്ടയം.